മണിച്ചിത്രത്താഴ് ഫസ്റ്റ് ഡേ ഒരു അതിഭയങ്കര റിപ്പോർട്ടൊന്നുമില്ല, ജയിക്കുന്ന ഒരു സിനിമയാണ്, ഓക്കെ സിനിമയാണെന്നുള്ള അത്രയും ഉണ്ടായിരുന്നു. പതുക്കെ 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 പതുക്കെയാണ്, അതായത് ഒന്ന് കണ്ടാൽ ആ സിനിമ ഒന്ന് കണ്ടാൽ പൂർണ്ണമായിട്ട് മനസ്സിലാവുകയില്ല. അപ്പോൾ സാധാരണ ആൾക്കാർ ഒന്ന് കണ്ടു പോകും, കുറച്ചുകൂടെ സിനിമയുടെ അവർ രണ്ടാമത് ഒന്നുകൂടെയും കാണും, ഒന്നുകൂടെയും കാണുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവും. അങ്ങനെയൊക്കെ ഈ ആളുകൾ പിന്നെയും തിയേറ്ററിൽ 366 ദിവസം ഓടണമെങ്കിൽ എല്ലാ ദിവസവും പുതിയ ആൾക്കാർ വന്നതല്ല. ഈ നമ്മുടെ കഥ ഓടിയ എന്നെ വിശദീകരിച്ച് കൊടുക്കുന്നില്ല. ഒരു മനോരോഗി എന്ന് പറഞ്ഞ അത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു തുല്യ പ്രതിഭയുടെ ഒരു അത്ഭുത സിദ്ധിയാണ്. 31 വർഷം മുമ്പ് ഇറങ്ങിയതല്ലേ, അപ്പോൾ ഒരു 40 വയസ്സായ ആൾക്കാർ തിയേറ്ററിൽ കണ്ടിട്ടില്ല, വലിയ സ്ക്രീനിൽ കണ്ടിട്ടില്ല. മധുമുട്ടം ഒരു ചെറിയൊരു സബ്ജക്റ്റുമായിട്ട് അദ്ദേഹത്തിന് വരുന്നു, ഒരു ചെറിയൊരു അത് അദ്ദേഹവും മധുമുട്ടവും കൂടെ 3-3.5 വർഷം എടുത്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത്, അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വേറെ സിനിമകൾ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ ആ കഥയോട് കൂടി ഇങ്ങനെ സഞ്ചരിച്ച് വന്നതാണ്. ഇത്രയും സിനിമ നിർമ്മിക്കണമെന്ന് അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ഒരു സിനിമ നിർമ്മിക്കണമെന്ന് കരുതിയിട്ട് അങ്ങനെ എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട ഡയറക്ടർ ഫാസിൽ സാർ, അങ്ങനെ ഫാസിൽ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അങ്ങനെ ഒന്ന് വന്നു, രണ്ട് വന്നു, അങ്ങനെ ഇങ്ങനെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. നോക്കത്തതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഡയറക്ടർക്ക് ഒരു ക്ലാസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ബുദ്ധിയുള്ള ഡയറക്ടർ മാത്രമേ അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് കൊണ്ട് വെക്കാൻ പറ്റും. എന്നാൽ ആ സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂക്കയ്ക്ക് ആ ഒറ്റ ഓണത്തിന് ഒരേ ആഴ്ചയിൽ 5 സിനിമയെ ചെയ്യും. ഒരു ഹീറോയുടെ 5 സിനിമ ലോക ചരിത്രത്തിൽ ഉണ്ടാവുകയില്ല. അപ്പൊ അതിൽ ആവനാഴി ഭയങ്കര ഹിറ്റായി പോയി. ഇന്നസെന്റ് ചേട്ടൻ, നെടുമുടി വേണു, ലളിത ചേച്ചി, തിലകൻ ചേട്ടൻ, പപ്പേട്ടൻ, ഇവരൊക്കെ ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുക, കഥ ഇവരിലൂടെ അങ്ങോട്ട് പോവുക. ആ നെടുമുടി വേണു ചേട്ടനൊക്കെ എന്തൊരു ആക്ടറാണെന്നറിയാം. അവരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വേദന. ഏറമാൻ എത്രയോ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഏറമാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ പുഴം ഇരുവനൊരുവനൊക്കെ ദ ക്യൂ ഷോ ടൈമിൽ സ്വർഗചിത്ര അപ്പച്ചൻ, വെൽക്കം. എനിക്ക് തോന്നുന്നു മലയാളികൾ ഏറ്റവും കൂടുതൽ തവണ കണ്ട സിനിമയായിരിക്കും മണിച്ചിത്രത്താഴ്. അതിൽ പക്ഷേ തിയേറ്ററിലായിരിക്കാം. ഈ സാറ്റലൈറ്റ് പ്രീമിയറിന് ശേഷം പല തവണ ഏഷ്യനെറ്റിൽ റിപ്പീറ്റായിട്ട്, ആദ്യം ഈ ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ, പിന്നീട് ഈ വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്കൊക്കെ ആയിട്ട് പല സമയങ്ങളിൽ ഇവരുടെ ഡെയിലി ലൈഫിൻ്റെ ഭാഗമായിട്ട് മണിച്ചിത്രത്താഴുണ്ട്. ഇപ്പോൾ ചുമ്മാ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു രാഘവോ എന്നുള്ള വിളിയോ, ഇതെല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയുണ്ട്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിനൊരു റീ റിലീസ് സാധ്യത കാണുന്നതും എന്തുകൊണ്ടാണ് വീണ്ടും സിനിമ തിയേറ്ററിൽ ആളുകൾ കാണണമെന്ന് തോന്നുന്നതും കൊണ്ടുവരുന്നതും എന്തുകൊണ്ടാണ്? ഇത് ഒരു വർഷം തുടർച്ചയായിട്ട് തിയേറ്ററിൽ ഓടിയ സിനിമയാണ്. തിരുവനന്തപുരം ശ്രീകുമാറിൽ 366 ദിവസം ഓടി. പിന്നെ നാഷണൽ അവാർഡ്, ശോഭനയ്ക്ക് അവാർഡ്. പിന്നെ നമ്മളിത് കാണുമ്പോൾ ഇപ്പം അങ്ങ് പറഞ്ഞമാര് തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് വീണ്ടും കാണുന്നതെന്ന് തോന്നുന്നുണ്ട്. ഇതൊരു സാധാരണ സിനിമാ കഥ അല്ലല്ലോ. ഇത് മനുഷ്യൻ്റെ മനസ്സിൽ ഇറങ്ങി ചെന്നിട്ട് ഒരു ട്രീറ്റ്മെൻറ്റ് സിനിമയാണ്. ട്രീറ്റ്മെൻറ്റാണത്. ഡോക്ടർ സണ്ണി നമുക്ക് തോന്നും ഇദ്ദേഹം കാണിക്കുന്ന ഈ കോമാളിത്തരമൊക്കെ അല്ലെങ്കിൽ കോമഡിയൊക്കെ അദ്ദേഹം പക്ഷെ അദ്ദേഹം അതിലൂടെ ഈ പേഷ്യൻറ്റിലേക്ക് അയാൾ എത്തണം. ആർക്കാണ് രോഗം ഒന്ന് കണ്ടുപിടിക്കണം, ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്, രോഗം കണ്ടുപിടിക്കണം, രോഗി ഒരാളെ കൊല്ലണം എന്നുള്ളത്, ആരെയാണ് കൊല്ലുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവില്ല. അപ്പോൾ ഒരു തവണ കണ്ടാൽ അത് മനസ്സിലാവില്ല, പല തവണ കണ്ടാലും മനസ്സിലാവും. പിന്നെ ഇപ്പോൾ രണ്ടാമത് ചെയ്യാൻ എന്താ കാരണം വെച്ചാൽ ഇപ്പോൾ 31 വർഷം മുമ്പ് ഇറങ്ങിയതല്ലേ, അപ്പോൾ ഒരു 40 വയസ്സായ ആൾക്കാർ തിയേറ്ററിൽ കണ്ടിട്ടില്ല, വലിയ സ്ക്രീനിൽ കണ്ടിട്ടില്ല. പിന്നെ അന്ന് ഫിലിം ആയിരുന്നു, ഇപ്പോൾ ഡിജിറ്റലായി, ടെക്നോളജി മാറി, 4K ആയി. അപ്പോൾ ഇപ്പോൾ കണ്ടാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അത് കാരണം ഒന്നുകൂടെ അതിനൊരു മാർക്കറ്റിംഗ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് 4K ആക്കി പൈസയൊക്കെ ചിലവ് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. ഈ റിലീസിന് ശേഷവും പിന്നീട് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഒക്കെ ലൈവായതിനു ശേഷം ഒരുപാട് വായനകൾ ഈ സിനിമയെ പറ്റി പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ശോഭന എന്ന ഗംഗയുടെ ക്യാരക്ടറിനെ പറ്റിയായിരിക്കാം, നാഗവല്ലി റെഫറൻസുകളായിരിക്കാം. ആളുകൾ ഒരു സിനിമയെ എത്ര തവണ പല ആവർത്തി കാണുന്നതിനൊപ്പം തന്നെ വായനകൾ കൊണ്ടുവരാൻ പറ്റും, അത്രയൊക്കെ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ആളുകൾ ഇത്രയും കണ്ട സിനിമ തിയേറ്ററിൽ വരുമ്പോൾ പിന്നെ ആൾക്കാർ തിയേറ്ററിലേക്ക് വീണ്ടും വരുമോ എന്നുള്ള ചോദ്യം കൂടി ഉണ്ടാവല്ലോ. സിനിമയിൽ മാറ്റങ്ങളൊന്നുമില്ല, പക്ഷേ 4K സൗണ്ട്, ഡോൾബി അറ്റ്മോസ് അറ്റ്മോസ്, പിന്നെ കളർ, അതുണ്ടല്ലോ, അത്തരം മാറ്റങ്ങളാണ്. അതെ ആ ഉള്ള ഇന്നത്തെ റീമാസ്റ്റർ ചെയ്ത് ഇമ്പ്രൂവ് ആയല്ലോ, ശബ്ദമൊക്കെ ഇമ്പ്രൂവ് ആയല്ലോ. ഈ പണ്ടത്തെ പോലത്തെ അല്ലേ, തിയേറ്ററൊക്കെ മാറിയില്ലേ, തിയേറ്റർ മാറിയില്ലേ. അപ്പോൾ ഈ പുതിയ ജനറേഷന് ആ
നമുക്കിപ്പോൾ ഇതിലെ കഥാതന്തുവും കണ്ടന്റും ബാക്കിയൊക്കെ ഓക്കെ ആണല്ലോ. പുതിയ ശബ്ദത്തിൽ വരുമ്പോൾ അതൊന്നുകൂടെ കാണാനൊരു താല്പര്യം ഉണ്ടാവും. അതാണ് നമ്മളതിൽ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ തിയേറ്റർ മാറിയ കാര്യം പറയുമ്പോഴേ എപ്പോഴും തോന്നിയിട്ടുണ്ട്, എത്ര വലിയ സബ്ജക്റ്റ് ആണെങ്കിലും ചെറിയ സബ്ജക്റ്റ് ആണെങ്കിലും ഈ പ്രൊഡ്യൂസർ ഓക്കെ ആണ് ഇതിലെ ഗെയിം ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത്. ഇതൊരു സിനിമയാവണം, ഇത് ഓണാവണം, ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിൽക്കുന്ന പ്രൊഡ്യൂസറുടെ ഒരു ഫൈനൽ കോളിലും കൂടിയാണല്ലോ. മണിച്ചിത്രത്താഴിനെ പറ്റി ആദ്യം കേൾക്കുന്ന ഒരു ഐഡിയ ത്രെഡ് എന്തായിരുന്നു ശരിക്കും? ഇല്ല, അത് ഈ ഞാൻ ഫാസിൽ സാറിനെ വെച്ച് തുടർച്ചയായിട്ട് 11 സിനിമ ചെയ്തൊരു സംഭവം. അപ്പോൾ അദ്ദേഹം ഒരു കഥ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ഈ മധുമുട്ടം ഒരു ചെറിയൊരു സബ്ജക്റ്റുമായിട്ട് അദ്ദേഹത്തിന് വരുന്നു. ഒരു ചെറിയൊരു അത് അദ്ദേഹവും മധുമുട്ടവും കൂടെ 3-3.5 വർഷം എടുത്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത്, അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ വേറെ സിനിമകൾ ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കൂട്ടത്തിൽ ആ കഥയോട് കൂടി ഇങ്ങനെ സഞ്ചരിച്ച് വന്നതാണ്. പിന്നെ ആ കഥ ഇത്രമാത്രം ഓടുവോ ഇങ്ങനെയൊക്കെ വരുമോ നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഒരു സിനിമയ്ക്ക് പറ്റിയ സബ്ജക്റ്റാണ്. പിന്നെ എൻ്റെ ക്യാരക്ടറേഷൻ മോഹൻലാലിനെ ചെയ്യാൻ പറ്റിയ ഇതാണ്. പിന്നെ ഡാൻസർ, ശോഭന ഡാൻസറാണ്. നമ്മൾ അതൊക്കെ വിചാരിച്ചൊരു സിനിമ ചെയ്യുക എന്നാണ് വിചാരിച്ചില്ല. അതിനിങ്ങനെ 366 ദിവസം ഓടുന്നു, നാഷണൽ അവാർഡ് കിട്ടുന്നു, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അതേപോലെ 31 വർഷം കഴിഞ്ഞത് വീണ്ടും അങ്ങനത്തെ ചിന്തകളും അങ്ങനെ അതൊക്കെ അങ്ങനെ യാദൃച്ഛികമായിട്ട് ചില കാര്യങ്ങൾ അങ്ങനെ ബിയോണ്ട് അവർ കൺട്രോൾ സംഭവിച്ചു പോണതാണ്. ഇതിലിപ്പോൾ ഈ പറഞ്ഞ ഐഡിയ ഇതൊക്കെ പറയുമ്പോഴും ഈ മണിച്ചിത്രത്താഴ് അന്നും ഇന്നും നോക്കുമ്പോഴും അന്ന് ഈ സിനിമ ചെയ്യുന്ന സമയത്ത് മലയാളത്തിലെ A ടീമാണ് അതിലെ ടെക്നീഷ്യൻസ് മുതലേ ആക്ടേഴ്സ് എല്ലാവരും വരുന്നത്. ഇത്ര ആളുകളുടെ ഡേറ്റ് ഒരുമിച്ച് വരണം. ഈ സെക്കൻഡ് യൂണിറ്റ് ആയിട്ട് പ്രിയദർശൻ, സിബിമാര്, സിദ്ദിഖ് ലാല് അവര് ഭാഗമാവുന്നുണ്ട്. ഇത് ശരിക്കും ഏകോപിച്ച് കൊണ്ടുവന്ന് ഒരു സിനിമയുടെ പാർട്ടാക്കാന്ന് പറയുന്നത് അത് ശരിക്കും വലിയൊരു ടാസ്ക് ആയിരുന്നു. അത് എന്നെ സംബന്ധിച്ചിട്ട് അതൊക്കെ ഫാസിൽ സാറാണല്ലോ അതൊക്കെ നോക്കും. പുള്ളിക്ക് അറിയാലോ അതൊക്കെ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളല്ലേ എല്ലാവരും. പിന്നെ ഇതിന് ഒരുപാട് ഈ പത്മനാഭപുരം പാലസും ഈ തൃപ്പൂണിത്തുറ ഹിൽ പാലസും അല്ലേ ഒരുപാട് ലൊക്കേഷൻ. പിന്നെ ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാണല്ലോ. ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാണ്. നവംബർ 1-ാം തീയതിയാണ് സിനിമ നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. ആ വർഷത്തെ നാഷണൽ അവാർഡ് അയക്കണമെന്നുള്ള ഫാസിൽ സാറിന് നിർബന്ധം ഉണ്ടായിരുന്നു. അത് കാരണം ക്രിസ്മസിന് റിലീസ് ചെയ്യണം. ഈ നാഷണൽ അവാർഡ് അയക്കണമെങ്കിൽ ഡിസംബർ 30 മുമ്പ് സെൻസർ ചെയ്യണം. ഡിസംബർ 30 മുമ്പ് സെൻസർ ചെയ്യുകയാണെങ്കിൽ ക്രിസ്മസിനാണല്ലോ വരുന്നത്. അപ്പം ഒരാളെ തന്നെ എടുത്താൽ തീരില്ലല്ലോ. അപ്പം അത് കാരണം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണല്ലോ എല്ലാവരും. സിദ്ദിഖ് ലാൽ അവരുടെ ശിഷ്യനാണ്. പ്രിയനായാലും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളല്ലേ, അവരൊന്നിച്ചല്ലേ സിനിമയിലേക്ക് വരുന്നത്. അപ്പം അത് അദ്ദേഹം തന്നെ ഇന്നപോലെ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്തെന്ന് മാത്രമേ. അപ്പൊ ഈ പാരലലായിട്ട് ഒരേ സമയത്ത് പാലസ് ആണെങ്കിൽ 3 സ്ഥലത്ത് ഷൂട്ടിംഗ് ഉണ്ടാവും. സ്ക്രിപ്റ്റ് ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ നിന്ന് ആർട്ടിസ്റ്റ് അങ്ങോട്ട് പോകും. അത് തീർത്ത് കഴിഞ്ഞിട്ട് കൺട്രോളൊക്കെ ഫാസിൽ സാറിന്റെ കയ്യിൽ തന്നെ. അതൊക്കെ പ്ലാനിങ്ങിൽ അത് ഫുൾ സ്ക്രിപ്റ്റും എല്ലാ ആർട്ടിസ്റ്റും അവൈലബിൾ ആണല്ലോ. എല്ലാ ആർട്ടിസ്റ്റും അവൈലബിൾ ആണ്. അപ്പം അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ പൂവിന് പുതിയ പോകുന്നതിൽ വന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 38 വർഷത്തോളം ആയിട്ടുണ്ട്. ഈ കരിയറിന്റെ വലിയ ലോങ് ഗ്രാഫാണ്. അതിൽ ഈ പ്രൊഡ്യൂസർ സിനിമകളിലെല്ലാം മലയാളത്തിലെ ഗെയിം ചേഞ്ചിങ് സിനിമകളുണ്ട്. ലോങ് റൺ ഉള്ള സിനിമകൾ, ബോക്സ് ഓഫീസ് വലിയ കളക്ഷനൊക്കെ വരുന്നുണ്ട്. നാഷണലി വലിയ റെക്കഗ്നിഷൻ കിട്ടുന്ന സിനിമകളൊക്കെ വരുന്നുണ്ട്. ഏത് പോയിന്റ് ശരിക്ക് സിനിമ നിർമ്മിക്കണം, പ്രൊഡ്യൂസർ ആവണം, സിനിമ പ്രൊഡക്ഷൻ, സ്വർഗചിത്ര ബാനർ, അങ്ങനത്തെ ഐഡിയക്ക് ആഗ്രഹങ്ങളൊക്കെ എപ്പോഴാണ് വരുന്നത് ശരിക്കും? അത് ചെറുപ്പത്തിൽ ഏതോ മനസ്സിൽ കടന്നുകൂടിയതാണ്. ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ഈ ചെറുപ്പകാലത്തൊക്കെ ഈ സിനിമകൾ ഇങ്ങനെ ഒരുപാട് കാണുമായിരുന്നു. എനിക്ക് വേറെ ഞാനിങ്ങനെ പുകവലിക്കുക, മദ്യപിക്കുക, അങ്ങനത്തെ യാതൊരു സ്വഭാവം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, വരികയില്ല. അപ്പോൾ ഇങ്ങനെ സിനിമ കാണുക, ഒരാഴ്ചയിൽ 2-3 സിനിമ. നമ്മൾ ബേസിക്കലി കൃഷിക്കാരാണല്ലോ, കൃഷിയാണല്ലോ, അല്ലാണ്ട് ബിസിനസ്സാണ്. അപ്പോൾ അങ്ങനെ സിനിമ കാണും. അതിങ്ങനെ കണ്ട് അങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ അങ്ങനെ തോന്നിയതായിരിക്കും ഒരു സിനിമ നിർമ്മിക്കണമെന്ന്. ഇങ്ങനെ ഇത്രയും സിനിമ നിർമ്മിക്കണമെന്ന് അങ്ങനെ ആഗ്രഹം തോന്നിയിട്ടൊന്നുമില്ല. ഒരു സിനിമ നിർമ്മിക്കണമെന്ന് കരുതിയിട്ട് അങ്ങനെ എനിക്ക് അന്ന് ഇഷ്ടപ്പെട്ട ഡയറക്ടർ ഫാസിൽ സാർ. അങ്ങനെ ഫാസിൽ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അങ്ങനെ 1 വന്നു, 2 വന്നു, അങ്ങനെ ഇങ്ങനെ ആയി എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഫാസിൽ സാറിനെ കാര്യം പറയുമ്പോൾ നിങ്ങൾ തമ്മിലൊരു ആത്മബന്ധം കൂടെ സംസാരിക്കണം എനിക്ക് തോന്നുന്നു. കാരണം ഒരു പ്രൊഡ്യൂസർ ഡയറക്ടർ ഒരു റാപ്പോ വർക്കാവാന്നുള്ളത്, കാരണം അത് എല്ലായിടത്തും എപ്പോഴും പോസിബിൾ ആയിട്ടുള്ളതല്ല. അത് ഈ ഒരു ലോങ് ജേർണിയിൽ ഇത്രയും വർഷം കൂടെ നിൽക്കുന്നത്. ശരിക്കും ഈ ഫാസിൽ സാറിൽ എന്താണ് അപ്പച്ചൻ എന്ന പ്രൊഡ്യൂസറുടെ ഹുക്ക് പോയിന്റ് എന്താണ്? അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമയെ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു അറിയാണ്ട് ഇങ്ങനെ സിനിമകൾ കിടപ്പുണ്ടാവും. ഉള്ളിൻ്റെ ഉള്ളിൽ ഇഷ്ടപ്പെടുന്ന കഥകളുണ്ടാവും. അതായത് കുടുംബം ആയിരിക്കണം. പിന്നെ എനിക്ക് ഈ ഒരുപാട് സ്റ്റണ്ടുള്ള അടി തോക്ക് അതൊക്കെ ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു ലൈനല്ല. ഒരു ഫാമിലി ആയിരിക്കണം. പിന്നെ ഒരു സോഫ്റ്റ് ആയിരിക്കണം. അങ്ങനത്തെ ഒരു
അപ്പം അദ്ദേഹത്തിൻ്റെ നോക്കത്തോ ദൂരത്തോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു. കാരണം അതിൻ്റെ നോക്കത്തോ ദൂരത്തിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഡയറക്ടർക്ക് ഒരു ക്ലാസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ബുദ്ധിയുള്ള ഡയറക്ടർ മാത്രമേ അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് കൊണ്ട് വെക്കാൻ പറ്റും. എന്താണ് എൻ്റെ ക്ലൈമാക്സ്? ആ വീടിൻ്റെ വാതിലിൻ്റെ മുറ്റത്തുനിന്ന് കയറുന്ന വാതിലിൻ്റെ അവിടുത്തെ ഒരു ക്ലോക്ക് കൊണ്ട് പിടിപ്പിക്കുന്നു, അല്ല ഒരു കോളിംഗ് ബെല്ല്, സോറി ക്ലോക്ക് കോളിംഗ് ബെല്ല് പിടിപ്പിക്കുന്നു. അതാണ് അതിൻ്റെ ക്ലൈമാക്സ് അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കി. മലയാള സിനിമയിലല്ല ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ക്ലൈമാക്സ്. ഒരു തരത്തിലും ആളുകൾ സ്പൂൺ ഫീഡ് ചെയ്യാതെ എന്നാൽ എന്താണ് കണ്ടന്റ് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ആ കോളിംഗ് ബെല്ലിൽ എന്നെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളൊന്നൊരു ബെല്ലടിക്കും. അതൊരു അങ്ങനെ കൺസീവ് ചെയ്യുന്ന ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാലോ ഹാറ്റ്സ് ഓഫ് ചെയ്യണ്ടേ. അത് നോക്കത്താവരത്ത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, യെസ് ഇദ്ദേഹമാണ്, ഞാനൊരു സിനിമ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹമായിരിക്കും ഡയറക്ടർ. ആ ഒറ്റ ഇതിലെനിക്ക് ആ കോളിംഗ് ബെല്ലിന് വലിയ ചരിത്രമില്ലേ നോക്കിക്കേ, പിന്നെ ഇല്ലേ? ഇതൊരു ഭയങ്കര ക്ലാസ് എൻഡിങ് അല്ലേ? അത് പ്രേക്ഷകർക്ക് അതങ്ങനത്തെ ഒരു വലിയ ഡയറക്ടർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈ സിനിമ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ഹോപ്പോട് കൂടിയാണല്ലോ നമ്മളും തിയേറ്ററിൽ വിടുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ബാഡ് ന്യൂസ് നമ്മൾ കേൾക്കുന്നില്ല ആ ക്യാരക്ടറിനെ കുറിച്ച്. എന്നെങ്കിലും വരും എന്നൊരു പ്രതീക്ഷയിൽ പോവുകയല്ലേ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് സിനിമ കണ്ടപ്പോൾ ഞാൻ ആകർഷണമായതാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയും കാര്യം പറയാം. പിന്നെ 11 സിനിമകൾ അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ചെയ്യാൻ സാധിച്ചു. ഈ പൂവിന് പുതിയ പൂവ് തന്നെയുള്ള വരുമ്പോൾ അതിൽ ഈ ഫാമിലി ഇമോഷണൽ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ പറഞ്ഞതിൽ നിന്നൊരു കുറച്ച് വിപരീതമായ ഒരു ത്രില്ലർ സ്വഭാവമുണ്ട്. ത്രൂ ഔട്ട് ഈ കുട്ടി ആരാണ്, ഈ കുട്ടിക്ക് എന്ത് സംഭവിക്കും, നമ്മൾ ത്രൂ ഔട്ട് ഇവരുടെ ജേണിയാണല്ലോ. ഈ മമ്മൂട്ടിയും കുട്ടിയും എന്നുള്ളൊരു സാധനം ഭയങ്കരമായിട്ട് എൻറ്റയർ സിനിമയിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. മിസ്റ്ററി ഉണ്ട്, ബാബുവാനെ കാണുമ്പോൾ നമ്മൾ പേടിക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു എലമെന്റ്സ് നമ്മളെ ത്രൂ ഔട്ട് സിനിമയിൽ പിടിച്ചിരുന്നുണ്ട്. മണിച്ചിത്രത്താഴിന് മുന്നേ ഏറ്റവും കൂടുതൽ ഭാഷയിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് റീമേക്ക് ചെയ്യപ്പെട്ട സിനിമ എല്ലാ ലാംഗ്വേജിലും ഹിറ്റാ. ആ സിനിമയുടെ ശരിക്കും മെമ്മറി എങ്ങനെയാണ്? അല്ല ആ സിനിമ ആദ്യത്തെ സിനിമയാണ്. ആ സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ സിനിമയല്ലേ, നമുക്ക് ഈ ഫാസിൽ സാറുമായിട്ട് അത്ര ഒരു അറ്റാച്ച്മെന്റ് വന്നില്ല. ആ സിനിമ എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ ഗുണം ചെയ്ത സിനിമയല്ല. പക്ഷേ അടുത്ത സിനിമ ആയപ്പോഴത്തേക്കും മണിച്ചിത്രത്താഴായി അതിനൊരു കാരണം സിനിമയുടെ കുഴപ്പത്തിനേക്കാൾ കൂടുതൽ ആ സിനിമ ഇറങ്ങുമ്പോൾ മമ്മൂക്കയ്ക്ക് ആ ഒറ്റ ഓണത്തിന് ഒരേ ആഴ്ചയിൽ 5 സിനിമയെ ചെയ്യും. ഒരു ഹീറോയുടെ 5 സിനിമ ലോക ചരിത്രത്തിൽ ഉണ്ടാവുകയില്ല. അപ്പൊ അതിൽ ആവനാഴി ഭയങ്കര ഹിറ്റായി പോയി. ഭയങ്കര ഹിറ്റായപ്പോൾ ഇതങ്ങനെ പോയത് മാത്രമേ. അത് കഴിഞ്ഞ് മണിമത്തൂരിലായിരുന്നു ശിവരാത്രികൾ. മണിമത്തൂരായാലും ശിവരാത്രി പിന്നെ അങ്ങനെ തുടർച്ചയായിട്ട് സിനിമകൾ വന്നു. മണിമത്തൂർ ഒരു കുഞ്ഞ് ഷോർട്ട് സ്റ്റോറി പോലത്തെ സിനിമയാണ്. അതെ അത് പിന്നീടാണ് ഡിസ്കഷനിൽ. അത് ഫാസിൽ സാറിന്റെ നല്ലൊരു വർക്കാണ് മണിമത്തൂരിലായാലും ശിവരാത്രി. മമ്മൂട്ടിയുടെ നല്ലൊരു സിനിമയാണ്. ഈ ഫാസിൽ കോമ്പിനേഷൻ പറഞ്ഞ പോലെ ഇപ്പോൾ സിദ്ദിഖ് ലാലായിട്ടും റിപ്പീറ്റ് ചെയ്ത സിനിമ ചെയ്തിട്ടുണ്ടല്ലോ. അതിലിപ്പോൾ റാംജിറാവും ഗോഡ് ഫാദറും ശരിക്കും ഈ മലയാള സിനിമയുടെ ഹിസ്റ്ററിയിൽ തന്നെ ഭയങ്കര പ്രധാനപ്പെട്ട സിനിമകളാണ്. ഗോഡ് ഫാദറിന് ഏറ്റവും കൂടുതൽ കാലം തിയേറ്ററിൽ ഓടിയ 405 ദിവസം എന്നുള്ള റെക്കോർഡ് ഇരിപ്പുണ്ട്. ഈ എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള സിനിമകൾ പിക്ക് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പക്ഷേ ഒരു ഫുൾ സ്ക്രിപ്റ്റ് വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഐഡിയ കേൾക്കുന്നതായിരിക്കും. ശരിക്കും പ്രൊഡ്യൂസർ അപ്പച്ചനെ എങ്ങനെയാണ് ഒരാൾ ഈ പറഞ്ഞ സിനിമയുടെ ഒരു നറേഷൻ തന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ഇതിലിപ്പോൾ ഈ സിദ്ദിഖിലാലായാലും പാക്ഷികയായാലും കഥ വരുമ്പോൾ ഒന്നിച്ചു പറയലല്ല. ഓരോ ക്യാരക്ടർ വരുമ്പോൾ കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഡെവലപ്പ് അനുസരിച്ചിട്ട് അവർ പറയും. അപ്പം അതിൻ്റെ കയറി ഇങ്ങനെ വരുന്നത് കാണാം. കൂട്ടായി ഡിസ്കസ് ചെയ്തിരിക്കുന്ന എല്ലാ സിനിമകളും വിജയിച്ചിട്ടുണ്ട്. നമുക്കറിയാം. പെട്ടെന്ന് ഇങ്ങനെ ഒരു സിനിമ തട്ടിക്കൂട്ടി ചിലപ്പോൾ ആർട്ടിസ്റ്റിന് ഡേറ്റ് കമ്മിറ്റ് ചെയ്ത് അങ്ങനെ സിനിമകൾ ചിലപ്പോൾ ക്ഷീണം സംഭവിച്ചിട്ടുണ്ടാവും. അത് കഥ കേൾക്കുമ്പോൾ നമുക്കറിയാം. ഈ ആദ്യകാലത്ത് കൂടുതൽ ബാനറിന് വേണ്ടിയാണല്ലോ സിനിമകൾ സംഭവിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ ഒരു റൈറ്ററോ ഡയറക്ടറോ ഒരുപാട് എഴുതി സ്ക്രിപ്റ്റ് ഫുള്ളായി കൊണ്ടുവരുന്നതായിരിക്കില്ല. നിങ്ങൾ തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് സംസാരങ്ങളിൽ ചെറിയ ഐഡിയ വന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അവിടെ നിന്നുള്ള സിനിമയുടെ ജേണിയിൽ ഇപ്പോൾ മാറ്റങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ബാനറിന് വേണ്ടി അങ്ങനെ സിനിമകൾ സംഭവിക്കുന്നില്ല. ഈ പറഞ്ഞ ഓൾറെഡി സെറ്റായ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം പിന്നീട് പ്രൊഡ്യൂസർ വരുന്നു, മറ്റ് ആർട്ടിസ്റ്റുകൾ ടെക്നീഷ്യൻസ് ഒക്കെ വരുന്ന രീതിയിലൂടെയാണ് മാറുന്നത്. ഈ സിനിമയുടെ ചേഞ്ചിലെ ഇത് ശരിക്കും മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എങ്ങനെയാണ്? എല്ലാം പോസിറ്റീവല്ലേ. ഈ ബാനർ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സിനിമയുടെ അതൊക്കെ ഒരു തോന്നണോ വലിയ ബാനറാണല്ലോ എന്ന് പറയുന്നത്. സിനിമ ഓഡിയനെ തൃപ്തിപ്പെട്ടിട്ടില്ലെങ്കിൽ സിനിമ നിൽക്കില്ല. ഓഡിയനെ തൃപ്തി മുഖ്യമായിട്ട് വേണ്ടത് കഥയുണ്ടാകണം. കഥയുണ്ടെങ്കിൽ ഈ ക്യാരക്ടർക്ക് ഇപ്പോൾ ആർട്ടിസ്റ്റിനായാലും ഇതിന് ചെയ്യാൻ പറ്റുള്ളൂ. കഥയില്ലാത്തടത്ത് ഇപ്പോൾ എത്ര വലിയ ആർട്ടിസ്റ്റ് ആയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓഡിയൻ അത് ഇഷ്ടപ്പെടുകയില്ല.
കണ്ടന്റാണ്, കഥയാണ് മുഖ്യം. കഥ വരണം, കഥ വന്നാൽ മാത്രമേ ഓഡിയൻ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു എലമെൻ്റ് അതിലുണ്ടാവും. അത് പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന വേണ്ട, ഒരു ഇപ്പോൾ ഡയറക്ടറായാലും റൈറ്ററായാലും കഥ പറയുമ്പോൾ നമുക്ക് തൃപ്തിപ്പെടുന്നുണ്ടോ, നമുക്ക് തൃപ്തിയാവുന്നുണ്ടോ? നമുക്ക് തൃപ്തിയാവുന്നില്ലെങ്കിൽ ഓഡിയന് തൃപ്തിയാവുകയില്ല. നമുക്ക് രസിക്കാൻ പറ്റുന്നുണ്ടോ, അത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഓക്കെ ആണോ തോന്നിക്കുക. ഈ മണിച്ചിത്രതാഴിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ഈ പറഞ്ഞ ഇപ്പോഴത്തെ സമയങ്ങളിൽ നമ്മൾ കൂടുതൽ ഈ റിവ്യൂസ് കാര്യങ്ങളെല്ലാം കാണുന്നത് സ്പോട്ടായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിവ്യൂ ഒക്കെ വരുന്നത്. അന്നൊരു പക്ഷേ അതിനുള്ള സാധ്യതകളില്ലല്ലോ. ഒരു മാറ്റിനി കഴിയുമ്പോഴാണ് സിനിമ എന്താണെന്നുള്ള റിസൾട്ട് ആളുകളിലോട്ട് എത്തുന്നത്. മണിച്ചിത്രതാഴിൻ്റെ ഫസ്റ്റ് ഡേ ശരിക്കും എങ്ങനെയായിരുന്നു? മണിച്ചിത്രത്താഴിന് ഫസ്റ്റ് ഡേ ഒരു അതിഭയങ്കര റിപ്പോർട്ടൊന്നും ഇല്ല. ജയിക്കുന്ന ഒരു സിനിമയാണ്, ഓക്കെ സിനിമയാണെന്നുള്ള അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പതുക്കെ 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 പതുക്കെയാണ്. അതായത് ഒന്ന് കണ്ടാൽ ആ സിനിമ ഒന്ന് കണ്ടാൽ പൂർണ്ണമായിട്ട് മനസ്സിലാകുകയില്ല. അപ്പോൾ സാധാരണ ആൾക്കാർ ഒന്ന് കണ്ടുപോകും, കുറച്ചുകൂടെ സിനിമയുടെ ദിവസം അവർ രണ്ടാമത് ഒന്നുകൂടെയും കാണും. രണ്ടാമത് ഒന്നുകൂടെയും കാണുമ്പോഴാണ് കൂടുതൽ കൂടുതൽ മനസ്സിലാവും. അങ്ങനെയൊക്കെ ഈ ആളുകൾ പിന്നെയും പിന്നെയും തിയേറ്ററിൽ 366 ദിവസം ഓടണമെങ്കിൽ എല്ലാ ദിവസവും പുതിയ ആൾക്കാർ വന്നതല്ല, റിപ്പീറ്റ് ഓഡിയൻസ്. ഇപ്പം ഞാൻ പറഞ്ഞു ഈ ഡോക്ടർ 200 തവണ കൊണ്ട്, കാരണം അദ്ദേഹത്തിന് മുഷിപ്പ് വന്നാൽ രണ്ടാമത് കാണാൻ പറ്റില്ല. അപ്പം അതിൽ ഫ്രഷ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. ഇപ്പം മോഹൻലാൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് വട്ടാണ്, ഇതിൽ ആലെന്താ, അയാളുടെ ട്രീറ്റ്മെൻ്റ് ആണത്, അത് മനസ്സിലാക്കണം. അദ്ദേഹം പറയുന്നില്ലേ, ഒരു മരണം ഇവിടെ നടക്കുമെന്ന് പറയുന്നത് അയാൾക്കറിയാം ഒരാളെങ്കിലും മരിക്കും, അത് രക്ഷിക്കാൻ നോക്കണം. ഒരാൾ മരിക്കും എന്നുള്ള വിവരം അദ്ദേഹത്തിന് മനസ്സിലായിരിക്കണം, എന്നാലേ ഈ രോഗിയെ സുഖപ്പെടുത്താൻ പറ്റുള്ളൂ. ചിലപ്പോൾ രോഗിയായിരിക്കുന്നു, പിന്നെ അതിനെ രക്ഷപ്പെടുത്തുന്നു. അത് ട്രീറ്റ്മെൻറ്റാണ്, ഇത് റിയൽ കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നത് കാരണം ആണിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോറും ഇതിൻ്റെ പുതുമ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലും തോറും അതിൻ്റെ അതാ സബ്ജക്റ്റിൻ്റെ വെയിറ്റാണ്. ഈ ഷൂട്ടിങ് ശരിക്കും ത്രൂ ഔട്ട് നപ്പച്ചാറും ലൊക്കേഷനിലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ഐക്കോണിക് മൊമെന്റ് ചോദിക്കാം. ഈ പറഞ്ഞ മനുഷ്യരിൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സീക്വൻസ് പറയുന്നത് ഈ നകുലന്റെ അടുത്ത് സണ്ണി ഇതെല്ലാം പറയുന്നതാണ്. ആ വരാന്തയില് അവര് സംസാരിക്കുന്നത്, അതിന്റെ ഒരു ലൈവ് ഷൂട്ടിംഗ് മൊമെന്റ് എങ്ങനെയാണ് റീകളക്ട് ചെയ്യുന്നത്? അന്ന് അവിടെ ലൊക്കേഷനിലെ മൊമെന്റ് ഷൂട്ട് ചെയ്യുന്നത് അത് പത്മനാഭപുരം പാലസിലാണ് എടുത്തിരിക്കുന്നത്. അതങ്ങനെ പ്രത്യേകിച്ചായിട്ട് എനിക്ക് അങ്ങനെ അത് നമ്മൾ ഷൂട്ട് സ്ക്രിപ്റ്റിലാണെങ്കിലും ഭയങ്കര കുക്ക് ചെയ്യുന്ന ഏരിയ ആണല്ലോ. അതെ അതെ അതെ. അപ്പൊ അന്ന് അങ്ങനത്തെ ഒരു അങ്ങനെ ശരിക്കും മണിച്ചിത്രതാഴിന്റെ എൻ്റയർ ഷൂട്ടിങ്ങിലെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് മൊമെന്റ് എന്തായിരിക്കും? അങ്ങനെ ഉണ്ടാവോ ശരിക്കും? അങ്ങനെ എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. അതിൽ ഈ ഒരു മുറ വന്ന് പാർത്തായ സോങ് സിബിമലയിലെ ഷൂട്ട് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. അല്ല, അതിലിപ്പം ഈ കഥയുടെ ഏറ്റവും മർമ്മം എന്ന് പറയുന്ന മോഹൻലാൽ പറയുന്ന ആ 10 മിനിറ്റുള്ള അതാണ് ആ കഥ കൊണ്ട് ഓഡിയൻസിനും അതാണല്ലോ ക്രാക്ക് ചെയ്യുന്ന പോയിന്റ്. അത് ഈ നമ്മുടെ കഥ ഓടിയെ ഇപ്പം എന്നെ വിശദീകരിച്ചു കൊടുക്കുന്നില്ല. ഒരു മനോരോഗി എന്ന് പറഞ്ഞു അത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭയുടെ ഒരു അത്ഭുത സിദ്ധിയാണ്. അതാ ഒരൊറ്റ ഓഡിയൻ പോലും അസ്വസ്ഥനാകാതെ ഇങ്ങനെ ഇരുന്ന് കേൾക്കല്ലേ, വളരെ ക്യൂരിയോസിറ്റി കൂടിയ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഒരേ കോസ്റ്റ്യൂം ഇദ്ദേഹം ഈ സാധനം പറഞ്ഞു പോകുന്നത് കുറേ അതങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഒരാൾ ഒരു അപശബ്ദം പുറപ്പെടുപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ റെസിസ്റ്റൻ്റ് ചെയ്യുന്നുള്ളതാണ്. ഒരൊറ്റയാൾ അനങ്ങുന്നില്ലല്ലോ. അവിടെ ഇങ്ങനെ ഓഡിയൻ നിശബ്ദനായിട്ട് പഞ്ചപുച്ഛ അടക്കിയിട്ട് അതിങ്ങനെ കേട്ടിരിക്കുകയാണ്. അതാണ് ആ പടത്തിൻ്റെ വിജയം. പടത്തിൻ്റെ മർമ്മം, കഥയുടെ മർമ്മം, സിനിമയുടെ സക്സസ് എല്ലാം കിടക്കുന്നത് മോഹൻലാലിൻ്റെ ആ വന്ന് ഈ എന്താണ് ഈ ഓപ്പറേഷൻ എന്നുള്ള വിവരം ഓഡിയന് ക്ലാസ് കൊടുത്തു. എന്താണ് ഈ രോഗി, എന്താണ് രോഗം, എന്താണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് എന്നുള്ളത് സ്ക്രീനിൽ ഓഡിയനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതെ അതെ, അത് നകുലനോ രാമനാഥനോ മാത്രമല്ല, നമ്മൾ അവരെ വിട്ടാരെ ഓഡിയനാണ് കേൾക്കുക. ആയിരക്കണക്കിന് ഓഡിയൻ ഇരുന്ന് കേൾക്കുകയാണ്. അത് അങ്ങനെ പറയുമെങ്കിൽ ഒന്ന് കഥയിലെ കണ്ടന്റ് ഇരിക്കണം. ഒരു അത്ഭുതമായിട്ടുള്ള ഒരു ആക്ടറാണ് അത് പറയണത്. അദ്ദേഹത്തിൻ്റെ മുഖത്തെ ഓരോ ചലനങ്ങളും ശബ്ദവിന്യാസവും ഒക്കെ ഇരുന്ന് ഇങ്ങനെ അതാണ് ആ സിനിമയുടെ ഒരു സക്സസിൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് ക്ലൈമാക്സ് ശോഭനയൊക്കെ ഉണ്ട്. ശോഭന അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് അല്ലേ കഥ. പ്രീ ക്ലൈമാക്സ് പോലെ സെറ്റ് ചെയ്യുന്നത് അവിടെയാണ്. അവിടെ അവിടെ ഓടി ഇരുന്നാൽ പിന്നെ ഓടിയൻ അനങ്ങാൻ പറ്റത്തില്ല. അവിടെ ഇരിക്കുമ്പോൾ ഓടിന് തലയിലേക്ക് മോഹൻലാലിന്റെ ഡയലോഗുകൾ അടിച്ചു കയറി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഇരുന്ന് ഇവൻ അനങ്ങുകയല്ല.
പിന്നെ അനങ്ങാൻ പറ്റത്തില്ല. കാരണം ഇത് ട്രീറ്റ്മെൻറ്റാണ്, ഇതോടെ നടക്കുകയാണ്, ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തു കഴിഞ്ഞല്ലോ. കൊടുത്തതിന് വിഷ്വൽ വരികയല്ലേ, അതിന് കേട്ടാൽ ക്യൂരിയസ് ആയിട്ടിരുന്ന് അതല്ല, അതാണ് ആ സിനിമയുടെ വിജയം, ആ ഭാഗമാണ്. അതിലാണ് ഈ നകുലിനോട് പറയല്ലേ, മാടം വെള്ളിയിലെ ചിത്തപ്രമ രോഗി നമ്മൾ വിചാരിച്ച പോലെ ശ്രീദേവി അല്ല, അത് ഗംഗയാണെന്ന് പറയുന്നിടത്ത് നമ്മൾ അവിടെ ലോക്കാണ്. ഇതിന്റെ ഡബിങ് ഓർമ്മയുണ്ട്, ഡബിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു ഡബിങ് സ്റ്റുഡിയോയില്. അതിൽ ഈ സീക്വൻസിന്റെ ഡബിങ് ഒക്കെ എങ്ങനെയാണ്? അതെ, അത് മോഹൻലാൽ ഇങ്ങനെ ഡബ് ചെയ്തിട്ട് വൈകുന്നേരം വന്നപ്പോൾ ഫാസിൽ സാറിന് അത് തൃപ്തി പോരാ. പിറ്റേ ദിവസം രാവിലെ ഒന്നുകൂടെയും ലാലിനെ വിളിച്ച് പോയി കണ്ടു നോക്കി. അപ്പം ഫാസിൽ രണ്ടാമത് കണ്ടപ്പോൾ അത് ഫാസിൽ എന്ന സംവിധായകൻ എങ്ങനെ ഉദ്ദേശിച്ചോ അതേപോലെ തന്നെ മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് അത് കിട്ടി. അത് വർക്കൗട്ടായി, അത് തിയേറ്ററിൽ വർക്കൗട്ടായി, ഓഡിയൻസ് തൃപ്തിയായി. അതൊരു വെയിറ്റുള്ളൊരു കഥയും അതിന് പറ്റിയ ഒരു സംവിധാനം, അതൊക്കെ ഭംഗിയായിട്ട് ചേരുമ്പോഴാണല്ലോ ഇത് വരിക. ഈ മണിച്ചിത്രത്താഴിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി ഈ സയൻസിന് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതായത് ഇതൊരു പ്രേതം ഭൂതത്തിൽ നിൽക്കുന്നതല്ല, അതിൻ്റെ ഈ സൈക്കോളജിക്കൽ സൈഡ്, ഇതൊരു പേഷ്യൻ്റ്, അവരുടെ ഒരു കണ്ടീഷൻ, അതിന് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം, ഇതെല്ലാം പറയുന്നത്. പക്ഷെ അന്ന് വരെ ഇത്തരം സിനിമകൾ വരുന്ന സമയത്ത് ആളുകൾ നേരെ കണക്ട് ആവുന്നത് ക്ലൈമാക്സിൽ ഒരു പൂജ, യക്ഷിയാണി അടിക്കൽ, ഇത്തരം ടെംപ്ലേറ്റിൽ നിന്ന് മലയാള സിനിമയിലാണ് മണിച്ചിത്രത്താഴ് വരുന്നത്. സൈക്കോളജിക്കലി ഒരാളെ എങ്ങനെ എഫക്ട് ചെയ്യാം ഇത്തരം കണ്ടീഷനുകൾ, ചെറുപ്പം മുതലേ അവരയക്കുന്ന കഥകൾ, ഓറിയന്റേഷൻ, അവരുടെ ട്രോമകൾ, ബാക്ക് സ്റ്റോറികൾ, ഇതെല്ലാം പറഞ്ഞിട്ട് ഈ സയൻസ് ഇതിന്റെ ഭാഗമാവുന്നത് മധുമൂട്ടത്തിന്റെ ആ ഒരു ഐഡിയ, അതിൽ ശരിക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? ലൈക്ക് ആളുകൾക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ആവണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവോ? കാരണം കണ്ട് ശീലിച്ചൊരു രീതിയല്ലല്ലോ അന്ന് മണിച്ചിത്രത്താഴ് വരുന്ന സമയത്ത്. അല്ല, അത് ഫാസിൽ സാറ് സൈക്യാട്രിസ്റ്റ് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ്. അതൊക്കെ പുള്ളി പഠിച്ചതിന് ശേഷമാണ് സ്ക്രിപ്റ്റിലേക്ക് പോയത്. അതൊക്കെ പലതവണ ഇങ്ങനെ ചെയ്താൽ റിയലായിട്ട് വന്നാൽ അത് പഠിച്ചു കാരണമാണ്. ഇപ്പോൾ ഈ ഡോക്ടർ, ഒരു പുതിയ ജർമ്മനിയുടെ ഡോക്ടർ, അദ്ദേഹം നോക്കുമ്പോൾ ഇതെല്ലാം കറക്റ്റാണ്, സയൻറ്റിഫിക് മെത്തേഡാണ്, അല്ലാണ്ട് സിനിമാ കഥയല്ല, സയൻറ്റിഫിക് മെത്തേഡിൽ കൂടെയാണ് അത്. ആ സിനിമ സ്ക്രിപ്റ്റ് വന്നിരിക്കുന്നത് തന്നെ യഥാർത്ഥ സയൻറ്റിഫിക്, അത് ഫാസിൽ സാർ പഠിച്ചിട്ട് ചെയ്തതാണ്. സയൻറ്റിഫിക് ഡോക്ടർമാരായിട്ട്, സൈക്യാട്രിസ്റ്റ് ഡോക്ടർമാരായിട്ട് കൺസൾട്ട് ചെയ്തുണ്ടാക്കിയത്. പൊതുവെ ഈ സിനിമകളുടെ റിലീസിന്റെ തലേദിവസത്തെ പറ്റി പറയുമ്പോൾ സംവിധായകരുടെ ടെൻഷൻ, പ്രൊഡ്യൂസേഴ്സിനുള്ള ടെൻഷനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മണിച്ചിത്രത്താഴ് പോലത്തെ വലിയ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് മിക്സ് ചെയ്തെല്ലാം കഴിഞ്ഞ് നാളെ തിയേറ്റർ റിലീസ് ചെയ്യുന്ന ഒരു പോയിന്റിൽ അന്ന് അതിൻ്റെ ഒരു തലേദിവസം ശരിക്കും എങ്ങനെയായിരുന്നു? ഇല്ല, അത് എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും. നമ്മളിപ്പോഴല്ലേ മണിച്ചിത്രത്താഴ്, അത് ഏത് സിനിമയ്ക്കും ഉണ്ടാവും. എല്ലാത്തിൻ്റെയും മൈൻഡ് സ്റ്റേറ്റ് സിനിമയുടെ ഒരു കൂടപ്പിറപ്പാണത്. കൂടപ്പിറപ്പ് നമ്മളങ്ങനെ ഒരു ചെയ്യുമ്പോൾ ഇത് വർക്കൗട്ട് ആവുമോ, നാളെ ഇത് രക്ഷപ്പെടുവോ, അത് എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും. അത് എത്ര സൂപ്പർ ഹിറ്റ് സിനിമ ആയിക്കോട്ടെ, നമുക്ക് ഓക്കെ ആയാലും ഇത് നമ്മളെല്ലാവരും തീരും, പ്രേക്ഷകന്റെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുകയല്ലേ, അവരത് സ്വീകരിക്കണല്ലോ. അവരെ അപശബ്ദം പോയിട്ട് അവർ പറ്റിയില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതല്ലേ, അതൊരു ഇതിൻ്റെ കൂടപ്പിറപ്പല്ലേ. അത് നമുക്ക് അത് വേറെ ആയിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ 3 വർഷം ഉണ്ടാക്കി, 4 വർഷം ഉണ്ടാക്കി, കോടി ചിലവാക്കി, അതൊന്നും അവരെ സംബന്ധിച്ച് പ്രശ്നമല്ലല്ലോ. അല്ല, നിങ്ങൾ 4 വർഷമല്ല, നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കിയാലും വേണ്ടെങ്കിൽ കൂടി ഞാൻ തരുന്ന 100 രൂപയ്ക്ക് ഇത് ആക്കുകയാണെന്ന് അയാൾ തോന്നണ്ടേ, അതതിൻ്റെ വിധിയല്ലേ. അത് ഈ സിനിമയുടെ രീതി അങ്ങനെയല്ലേ. ഈ റിലീസിനെ അടുക്കുന്ന സമയത്തെ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകൾ വളരെ നമ്മുടെ കൂടെ ഇല്ല, അന്ന് സ്ക്രീനിലുണ്ടായിരുന്ന ആ ഒരു വിഷമമുണ്ട്. അത് ശരിക്കും വിഷമല്ലേ. ആർട്ടിസ്റ്റ് ഇല്ല, സിദ്ദീഖിൻ്റെ അടുത്ത സിദ്ദീഖില്ല, നെടുമുടി വേണുചേട്ടൻ, ലളിത ചേച്ചി, പപ്പേട്ടൻ, തിലകൻ ചേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, ഈ വ്യക്തികളെ പോലത്തെ അതുല്യരായ നടന്മാരാണ്. അങ്ങനത്തെ ആൾക്കാരൊന്നും ആ സിനിമ കൊണ്ടുപോകുന്നതൊക്കെ ഈ ഇവരുടെ കൈക്കൂടെയല്ലേ. അതിൽ ഒരു പക്ഷെ അന്നത്തെ സമയത്ത് ഈ സ്റ്റാർ വരുമ്പോൾ സ്റ്റാറിനെ ഡിപ്പെൻഡൻറ്റ് സിനിമകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് തുടക്കം മുതൽ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഒരുപോലെ. ഇന്നസെൻ്റ് ഏട്ടൻ, നെടുമുടി വേണു, ലളിത ചേച്ചി, തിലകൻ ചേട്ടൻ, പപ്പേട്ടൻ, ഇവരൊക്കെ ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുക, കഥ ഇവരിലൂടെ അങ്ങോട്ട് പോവുക. ആ നെടുമുടി വേണു ചേട്ടനൊക്കെ എന്തൊരു ആക്ടറാണെന്നറിയാം അയാൾ. ലളിത ചേച്ചിയുടെ നരേഷൻ, തമിഴത്തിലെ കഥ പറഞ്ഞെടുക്കുന്നത്, അതൊക്കെ ഭയങ്കരല്ലേ. അതൊക്കെ നമ്മൾ അവരൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു വേദന ഭയങ്കര. അത് ശരിക്കും ഒരു ഈ മൊമെന്റിൽ ഏറ്റവും മിസ്സിംഗ് പോയിന്റ് ചിലപ്പോ. അതെ, ശോഭന അതിന്റെ പ്രിന്റ് മണ്ടാസിൽ കണ്ടിട്ട് ശോഭന എമോഷൻ കഴിഞ്ഞ ദിവസം ഇവരെല്ലാവരും പോയല്ലോ. അവർക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് മൂപ്പത്തി കുറച്ച് സമയത്തേക്ക് മിണ്ടാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ എമോഷനായി പോയി. കാരണം ഇവരൊന്നും നമ്മുടെ കൂടെ ഇല്ലല്ലോ. കാരണം അവരൊക്കെ ഒന്നിച്ച് നിന്നവരല്ലേ, കാണുന്നില്ലല്ലോ.
പക്ഷെ അവർ ജീവനോടെ വീണ്ടും കാണുകയല്ലേ. പക്ഷേ ഈ പുതിയ തലമുറയ്ക്ക് സിനിമ കാണുമ്പോൾ ഇങ്ങനത്തെ മഹാനായ നടന്മാർ നമ്മുടെ മലയാളത്തിലുണ്ടായിരുന്നു എന്ന് അതെ അതെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ ശരിക്കും. അത് വലിയൊരു ഇതല്ലേ. നമുക്ക് ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നു, ഒക്കെ നമ്മളോട് ജോലി ചെയ്തതാണ്. അത് ഓർക്കുമ്പോൾ ഒരു നല്ലൊരു, എസ്പെഷ്യലി എനിക്ക് സിദ്ദീഖിനെ ഓർക്കുമ്പോൾ സിദ്ദീഖിനെനിക്ക് വലിയ സങ്കടമാണ്. അതെ സിദ്ദിഖയുടെ പിന്നെ വിയറ്റ്നാം കോളനി ആണെങ്കിലും ഗോഡ് ഫാദർ ആയാലും അതല്ല, അതിന് മുമ്പ് വരുന്നത് പോലെ സിദ്ദീഖൊക്കെ എൻ്റെ കൂടെ ഞങ്ങൾ ഒന്നിച്ചത് ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ഞാനും സിദ്ദീഖ് ഒന്നിച്ച് താമസിക്കുന്നു. പണ്ടൊരു ഒരു ഹോട്ടൽ ഞങ്ങളൊരു സ്ഥലത്താണെങ്കിൽ ഒറ്റ റൂമിൽ താമസിക്കുള്ളൂ, നിർബന്ധമാണ്. കാരണം അത് എനിക്ക് നിർബന്ധമാണ്, സിദ്ദീഖിന് നിർബന്ധം. ഒരു വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കാറ്. സിദ്ദിഖായിട്ട് ശരിക്കുള്ളൊരു ഭയങ്കരമായ ഒരു ബോണ്ടിങ് കൂടി ആയിരുന്നല്ലേ ഈ സിനിമകൾ. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യുന്നു, അതിലിപ്പോൾ അപ്പച്ചൻ സാറിൻ്റെ ഭാഗമാണ്, നിങ്ങൾ ഒരുമിച്ചിരുന്ന് കഥകൾ ഡിസ്കസ് ചെയ്യും. ഇതിന് ചെറിയൊരു ത്രെഡ് കിട്ടി, അത് ഫാസിൽ സാറിന് ചെറിയൊരു ത്രെഡ് കിട്ടിയാണ്. അത് ഇങ്ങനെ വളർന്നു വരുന്നതാണ്, വളർന്നു വരുന്നതാണ്. പിന്നെ സിദ്ദീഖ് ആയാലും ഫാസിൽ സാറായാലും കോമഡിയുടെ ശ്രമമാണ്. അത് കറക്റ്റായിട്ട് കറുത്ത് സമയത്ത് അവർക്ക് വെക്കാനറിയാം, പ്ലേസ്മെന്റ് എല്ലാം കറക്റ്റ്. ഈ മനുഷ്യതാലി പപ്പുചേരന്റെ പോർഷൻ സിദ്ദിഖിലായിരുന്നു, ഇന്നസെന്റ് പോർഷൻസ് ഒക്കെ, ഹ്യൂമർ പോർഷൻസ്. സിദ്ദീഖ് ചെയ്തിട്ടുണ്ട്. സിദ്ദീഖിൽ അതെ അവര് കുറച്ച് ഹ്യൂമർ പോർഷൻസ് ആയിരുന്നു. പ്രിയൻ സാർ അപ്പൊ ഏതായിരുന്നു? പ്രിയൻ സാർ ഫ്ലാഷ് ബാക്ക് സീക്വൻസ്, ശോഭനയുടെ. ഓക്കെ 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 ഓക്കെ. എനിക്ക് എല്ലാവരും ക്യൂരിയോസിറ്റി കൂടി ആയിരുന്നു, ഇത്രയും ഡയറക്ടേഴ്സ് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴേ എന്തൊക്കെ ഡിവിഷനിലാണ് ഇവര് വർക്ക് ചെയ്തത്. അല്ല, അത് ഇന്ന പോലെ സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ ഫാസിൽ സാർ പറഞ്ഞു കൊടുക്കുമല്ലോ, അവർക്ക് അറിയാമല്ലോ. ഈ മലയാള സിനിമയുടെ കൂടെ ഇത്രയും കാലം ട്രാവൽ ചെയ്യുമ്പോഴേ ഫാസിൽ സാറിന്റെ ആത്മ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് മലയാള സിനിമ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ആക്ടേഴ്സ് ഇതിലെല്ലാം ഫഹദിന്റെ പേരോട് എപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോൾ ഫഹദിന് ചെറുപ്പത്തിൽ അറിയുന്ന ഒരാളായിരിക്കാം. അതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫാസിൽ സാർ ഒരു പോയിന്റിൽ ഫഹദിനെ ലോഞ്ച് ചെയ്യുന്നു. അന്ന് ഫഹദിനെ അത്രയധികം ആളുകൾ ട്രോൾ ചെയ്യപ്പെടുന്നു, അഭിനയത്തെ പറ്റി പറയുന്നു. അവിടുന്ന് ഫഹദിന് ഒരു കംബാക്ക് പോയിന്റും കൂടി ഉണ്ടായിരുന്നു. ഇതെല്ലാം പുറത്ത് നിന്ന് വിറ്റ്നസ് ചെയ്യുന്ന ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ ഫാസിൽ സാറിന്റെ, അതിനപ്പുറം ഒരു പ്രൊഡ്യൂസർ, ഒരു സിനിമ ആസ്വാദകൻ, ഈ ഒരു ജേണി ശരിക്കും എങ്ങനെ കാണുന്നത്? ഞാൻ ആലപ്പുഴ ഈ ഫാസിൽ സാറിൻ്റെ വീട്ടിൽ പരിചയപ്പെടുമ്പോൾ ഷാനുവിന് ഒരു 3 മാസം പ്രായമുള്ളൂ. ചെറിയ കുട്ടിയായിരുന്നു ആദ്യം കാണുന്ന സമയത്ത്, ചെറിയ കുട്ടിയായിരുന്നു. അവിടെ നിന്ന് അങ്ങനെ നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ വളർന്നു വന്നതല്ലേ. പക്ഷെ ഇപ്പോഴും ഷാനു എന്നല്ലേ ഞങ്ങൾ വിളിക്കുക. ഷാനുവിന് ആ സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അങ്ങനെ ഷാനുവൊക്കെ ജീവിതത്തിലൊന്നായിത്തീരണം എന്ന് വിചാരിച്ചിട്ട് ആത്മാർത്ഥമായി പരിശ്രമിച്ച് അതിനുവേണ്ടി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ആക്ടറായ ആളാണ്. എനിക്ക് ആക്ടറാകണം എന്ന് വിചാരിച്ചിട്ട് ആയേ പറ്റുള്ളൂ എന്നുള്ള തീവ്രമായ ഫയർ അങ്ങനെ വന്ന ആളാണ് ഷാനു. ഷാനു ഇനിയൊക്കെ നല്ല വലിയ ലെവലിലേക്ക് എത്തും, വലിയൊരു ആക്ടറാണ്. അത് ഭയങ്കരമായിട്ട് നമ്മളീ പറയുന്ന ഈ പാൻ ഇന്ത്യൻ എന്ന ടേം ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആക്ടറും കൂടിയാണ്. ഹാർഡ് വർക്കാണ്, ഒരു വേറെ സബ്സ്റ്റിറ്റ്യൂട്ടും ഇല്ല. ഹാർഡ് വർക്ക്, ഒരു ആയിത്തീരണം എന്നങ്ങ് വിചാരിച്ചാൽ ആയിത്തീരും. അതിനുവേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണ്. കഷ്ടപ്പെട്ടിട്ടുണ്ട്, കഷ്ടപ്പെട്ട് വന്നതാണ്. ഇനിയും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഉറച്ച തീരുമാനങ്ങളല്ല അത്. അതൊരു മനുഷ്യൻ ആഗ്രഹിച്ച് അങ്ങനെ നടക്കുമല്ലോ. മനുഷ്യൻ ദൈവം അങ്ങനത്തെ ഒരു ശക്തി അവന് ഇട്ടിട്ടുണ്ടല്ലോ, അതിങ്ങോട്ട് എടുത്തിട്ട് നോക്കണ്ട. ഇത്തരം സിനിമകൾ പറയുമ്പോഴേ അതിലെനിക്ക് എപ്പോഴും ഭയങ്കര പ്രധാനപ്പെട്ടായി തോന്നിയിട്ടുള്ളത് എൻ്റെ സൂര്യപുത്രിക്ക് പ്രൊഡ്യൂസ് ചെയ്തതാണ്. അവിടെ ഈ പറഞ്ഞൊരു അന്നാണെങ്കിൽ പോലും ബാക്ക് ടു ബാക്ക് നമ്മൾ ഒരു സ്ത്രീ ലീഡ് ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ അധികം കണ്ടിട്ടില്ല. ആ സമയങ്ങളിൽ എപ്പോഴും അങ്ങനെ ഹീറോയിൻ ഓറിയന്റഡ് സിനിമയായിരുന്നല്ലോ. ശ്രീവിദ്യയെ പ്ലേസ് ചെയ്യുന്നു, അമല വരുന്നു, സുരേഷ് ഗോപി ഉണ്ട്. അതിന്റെ ശരിക്ക് അതും ഈ പറഞ്ഞ ഗ്രോത്ത് തന്നെയാണോ? കുഞ്ഞൈഡിയയിൽ നിന്നുള്ള ഗ്രോ ചെയ്തിട്ടുള്ള ഒരു സിനിമ ജേണി ആയിരുന്നു അതിന്റെ. അതായത് ഒരു ചെറിയ ഐഡിയയിൽ നിന്ന് തന്നെ ഗ്രോ ചെയ്തിട്ടുള്ള സിനിമ ജേണി ആയിരുന്നു. അത് തമിഴിലും മലയാളത്തിലും ഒരേ സമയം എടുത്തു. തമിഴിൽ കർപ്പൂരമില്ല എന്ന് പറയുന്നു ഒരു സിനിമ എടുത്തു, ഒരേ സമയത്ത് ഡബിൾ ലാംഗ്വേജ് ആയിരുന്നു. മലയാളത്തിൽ, തമിഴിൽ അത് വേണ്ട പോലെ പോയില്ല. അതിലൊരു സിനിമ കിടപ്പുണ്ട്. അതിൽ ഈ പറഞ്ഞ വാത്സല്യത്തിന്റെ ഒരു ഭയങ്കര ലെയർ ഉണ്ട്, അമ്മ എന്നുള്ളത്. പിന്നെ ഇളയരാജയുടെ നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു. ഹിറ്റ് മൂവിയാണ്, സൂപ്പർ ഹിറ്റ് മൂവിയല്ലേ. അതിൽ കമേഴ്ഷ്യൽ എലമെന്റുകൾ ധാരാളം ഫാസിൽ സാർ അവിടെ ഇവിടെയൊക്കെ ചേർത്തിട്ടുണ്ട്. തിയേറ്ററിൽ കാണുമ്പോൾ നേരത്തെ പറഞ്ഞു 100 രൂപ കൊടുത്താൽ മുതലാക്കേണ്ട ഫാസിൽ സാറിനെ സംബന്ധിച്ച് അതൊക്കെ ഫാസിൽ സാറിന് ഒരു സിനിമയിൽ
ആളെ പിടിച്ചിരുത്തേണ്ട ഒരു സിനിമയ്ക്ക് മർമ്മങ്ങളുണ്ട്, ഒരു കഥയ്ക്ക് അതൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു സംവിധായകനാണ്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ പൊടിക്കൈകൾ അവിടെ കിട്ടുന്ന പോകുന്ന സിനിമകളാണ്. എനിക്കൊന്ന് ഈ കഴിഞ്ഞ ഈ കോവിഡിന്റെ സമയത്ത് അപ്പച്ചൻ സാർ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിൽ വന്നത് ഈ അഴകിയ തമിഴ് മകന്റെ ആ ഒരു എപ്പിസോഡിലാണ്. അതിനെപ്പറ്റി സംസാരിച്ചൊരു വീഡിയോ ഭയങ്കരമായിട്ട് റീച്ച് ആവുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ടായി. ആക്ച്വലി എനിക്കിപ്പോഴും കാണുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നത് അഴകിയ തമിഴ് മകൻ ഒരു പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ വിജയുടെ പെർഫോമൻസ് അതൊക്കെ ആയിട്ട് കുറേ ട്രോളുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സിനിമയാണ്. ശരിക്കും അതൊരു പ്രൊഡ്യൂസർ പേഴ്സ്പെക്റ്റീവ് സക്സസ്ഫുൾ സിനിമയായിരുന്നു. എനിക്ക് ലാഭം കിട്ടിയ സിനിമയാണ്. പിന്നെ അതിലെ ആ ഒറ്റ പാട്ട് മുതൽ ഇപ്പോഴും നിൽക്കാൻ, ഇപ്പോഴും വിജയ്ക്കും AR റഹ്മാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് വിജയ് എന്തോ ഒരു സിനിമയിൽ പാടി ഡാൻസ് ചെയ്തിട്ടുണ്ട്. AR റഹ്മാൻ എത്രയോ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. AR റഹ്മാൻ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാ പുഴം ഇരുവനൊരുവനൊക്കെ ഇദ്ദേഹത്തിനും എല്ലാം അതങ്ങനെ യാദൃശ്യം കൊടുത്തു പോയതില്ല. അപ്പൊ അതിന്റെ ഓർമ്മ അത് മാത്രമാണ്. ആ പാട്ട് റീവർക്ക് ചെയ്ത പാട്ടല്ലേ ശരിക്കും? അത് പക്ഷേ ഇത്രയും വലിയ രീതിയിൽ അതാണൊക്കെ നമ്മളിങ്ങനെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചു. ഈ പറഞ്ഞ എല്ലാ യാദൃച്ഛികമായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ഇല്ല, അതൊക്കെ എല്ലാം ബിയോണ്ട് അവർ കൺട്രോൾ. ഇതൊക്കെ ഇങ്ങനെ നടക്കും. നമ്മളിങ്ങനെ കൂട്ടത്തിൽ നിന്ന് പോകണമെന്നല്ലാണ്ട് നമുക്കിങ്ങനെ ആവുമെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലല്ലോ. ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നിട്ട് അതെ. അവസാനമായി ചോദിക്കുകയാണെങ്കിൽ പ്ലീസ്, ഈ സിനിമയുടെ ജേണി ഇതെല്ലാം നമ്മൾ സംസാരിക്കുന്നു, എന്നാൽ ഇന്ന് ബാക്ക് ടു ബാക്ക് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം പാരലലി ഈ സിനിമകൾ കൃത്യമായി കണ്ട് പുതിയ സിനിമകൾ അപ്ഡേറ്റഡ് ആയിരിക്കുന്ന അങ്ങനത്തെ ഒരു സിനിമാ സ്വാതന്ത്ര്യം. ഇപ്പോൾ എല്ലാ സിനിമയും കാണാൻ നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുണ്ട് മാത്രമേ എല്ലാ സിനിമയും കാണാനുള്ള ഒരു ഇതിലല്ല എല്ലാ സിനിമയും കാണുന്നത്. കാരണം പ്രായമൊക്കെ ആയില്ലേ, എല്ലാ സിനിമയും അങ്ങനെ. പക്ഷേ ഒരു നല്ല സിനിമ എന്ന് കേട്ടാൽ ഞാൻ കാണാറുണ്ട്, അത്രയും കാണാറുണ്ട്. എല്ലാ സിനിമയും കാണാൻ നേരം കിട്ടാറുമില്ല പണ്ടത്തേക്കുള്ള അപേക്ഷ. അപ്പം എന്തായാലും വഞ്ചിതാന് എല്ലാവിധ ആശംസകളും. താങ്ക് യു.